وَلَمَّا وَقَعَ عَلَيْهِمُ الرِّجْزُ قَالُوا يَا مُوسَى ادْعُ لَنَا رَبَّكَ بِمَا عَهِدَ عِندَكَ لَئِن كَشَفْتَ عَنَّا الرِّجْزَ لَنُؤْمِنَنَّ لَكَ وَلَنُرْسِلَنَّ مَعَكَ بَنِي إِسْرَائِيلَ. തങ്ങളിൽ ആപത്തണയുമ്പോൾ അവർ പറയും, ഹേ മൂസ, നിന്റെ റബ്ബിങ്കൽ നിനക്ക് ലഭിച്ചിട്ടുള്ള പദവി മുൻനിർത്തി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഞങ്ങളിൽ നിന്ന് ഈ വിപത്ത് നീക്കിത്തരികയാണെങ്കിൽ ഞങ്ങൾ നിന്റെ വാദം അംഗീകരിച്ചുകൊള്ളാം. ഇസ്രായേൽ വംശത്തെ നിന്നോടൊപ്പം അയക്കുകയും ചെയ്യാം. فَلَمَّا كَشَفْنَا عَنْهُمُ الرِّجْزَ إِلَى أَجَلٍ هُمْ بَالِغُوهُ إِذَا هُمْ يَنكُثُونَ. അവർ പ്രാപിക്കേണ്ട ഒരവധി വരെ നമ്മുടെ ശിക്ഷ നീക്കിയപ്പോഴോ അവർ ഒന്നടങ്കം ആ പ്രതിജ്ഞ ലംഘിച്ചു കളഞ്ഞു. فَانْتَقَمْنَا مِنْهُمْ فَأَغْرَقْنَاهُمْ فِي الْيَمِّ بِأَنَّهُمْ كَذَّبُوا بِآيَاتِنَا وَكَانُوا عَنْهَا غَافِلِينَ. അങ്ങനെ നാം അവരോട് പ്രതികാരം ചെയ്തു, സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു, അവർ അതിനെ അവഗണിച്ചവരുമായിരുന്നു. وَأَوْرَثْنَا الْقَوْمَ الَّذِينَ كَانُوا يُسْتَضْعَفُونَ مَشَارِقَ الْأَرْضِ وَمَغَارِبَهَا الَّتِي بَارَكْنَا فِيهَا وَتَمَّتْ كَلِمَةُ رَبِّكَ الْحُسْنَى عَلَى بَنِي إِسْرَائِيلَ بِمَا صَبَرُوا وَدَمَّرْنَا مَا كَانَ يَصْنَعُ فِرْعَوْنُ وَقَوْمُهُ وَمَا كَانُوا يَعْرِشُونَ. അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ ജനത്തെ നാം ഇവരുടെ സ്ഥാനത്ത് നമ്മുടെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കിയ ദേശത്തിന്റെ പൂർവ്വ പശ്ചിമ ദിക്കുകളുടെ അവകാശികളാക്കുകയും ചെയ്തു. ഇസ്രായേൽ വംശത്തോടുള്ള താങ്കളുടെ നാഥന്റെ സദ്വാഗ്ദത്തം ഇவ்விധം സഫലമായി. എന്തുകൊണ്ടെന്നാൽ അവർ ക്ഷമയോടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫിർഔനും അയാളുടെ ജനവും നിർമ്മിച്ചുകൊണ്ടിരുന്നതും വികസിപ്പിച്ചുകൊണ്ടിരുന്നതുമായ സകലതിനെയും നാം തരിപ്പണമാക്കുകയും ചെയ്തു. ഫലസ്തീൻ ഭൂപ്രദേശത്ത് ഇസ്രായേല്യരെ അനന്തരാവകാശികളാക്കി എന്നർത്ഥം. ഈജിപ്ത് രാജ്യം തന്നെ ഇസ്രായേല്യർക്ക് ഉടമപ്പെടുത്തിയെന്നും ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷേ ഖുർആന്റെ സൂചനകളിൽ നിന്ന് ഇത് വേണ്ടത്ര വ്യക്തമല്ല. ചരിത്രമോ പുരാവസ്തുക്കളോ ഇതിന് പ്രബലമായ തെളിവ് നൽകുന്നുമില്ല. ആകയാൽ ഈ അർത്ഥം അംഗീകരിക്കാൻ പ്രയാസം തോന്നുന്നു. وَجَاوَزْنَا بِبَنِي إِسْرَائِيلَ الْبَحْرَ فَأَتَوْا عَلَى قَوْمٍ يَعْكُفُونَ عَلَى أَصْنَامٍ لَهُمْ قَالُوا يَا مُوسَى اجْعَل لَّنَا إِلَٰهًا كَمَا لَهُمْ آلِهَةٌ قَالَ إِنَّكُمْ قَوْمٌ تَجْهَلُونَ. ഇസ്രായേൽ വംശത്തെ നാം കടൽ കടത്തിക്കൊടുത്തു. തുടർന്ന് അവർ സഞ്ചരിച്ചു. വഴിമധ്യേ ഒരു സമുദായത്തിലൂടെ കടന്നു പോകാനിടയായി. ആ സമുദായം അവരുടെ ചില വിഗ്രഹങ്ങളെ ഭജിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവർ പറഞ്ഞു, ഓ മൂസ, ഈ ജനങ്ങൾക്ക് ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ചില ആരാധ്യരെ നിശ്ചയിച്ചു തരിക. മൂസ പറഞ്ഞു, നിങ്ങൾ മഹാവിഡ്ഢിത്തമാണ് പറയുന്നത്. ഇസ്രായേല്യർ ചെങ്കടൽ കടന്നത് മിക്കവാറും ഇന്നത്തെ സൂയസിന്റെയും ഇസ്മായിലിയയുടെയും മധ്യത്തിൽ ഒരിടത്തുകൂടിയായിരിക്കണം. സീന അർദ്ധദ്വീപിന്റെ തെക്കോട്ട് കടൽക്കരയിലൂടെ അവർ യാത്ര തുടർന്നു. അക്കാലത്ത് സീന അർദ്ധദ്വീപിന്റെ പടിഞ്ഞാറും വടക്കും ഭാഗങ്ങൾ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. തെക്കുഭാഗത്ത് ഇപ്പോഴത്തെ തൂർ പട്ടണത്തിന്റെയും അബൂസനീമയുടെയും മധ്യഭാഗത്ത് ചെമ്പിന്റെയും വൈരത്തിന്റെയും ഖനികളുണ്ടായിരുന്നു. അവ മൂലം ഈജിപ്തുകാർ ധാരാളം ആദായമുണ്ടാക്കി.
ഈ ഖനികളുടെ സംരക്ഷണത്തിനായി അവർ താവളങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെയൊരു താവളം സ്ഥിതി ചെയ്ത മഫ്ക എന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വലിയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അർദ്ധദ്വീപിന്റെ തെക്കു പടിഞ്ഞാറായി ഇപ്പോഴും കാണാനുണ്ട്. ഇതിനു സമീപം മറ്റൊരു സ്ഥലത്ത് പുരാതന കാലം തൊട്ട് സെമിറ്റിക് വർഗക്കാർ പൂജിച്ചിരുന്ന ചന്ദ്രദേവിയുടെ മറ്റൊരു ക്ഷേത്രവും സ്ഥിതി ചെയ്തിരുന്നു. ഇതിലേതോ ഒരു സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോഴാകണം ഇസ്രായേല്യർക്ക് ഒരു കൃത്രിമ ദൈവത്തിന്റെ ആവശ്യകത അനുഭവപ്പെട്ടത്. ഈജിപ്തുകാരുടെ കീഴിൽ ദീർഘകാലത്തെ അടിമത്തം അനുഭവിച്ചതുമൂലം ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനം ഇസ്രായേല്യരിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നുവെന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമാണ്. 40 കൊല്ലത്തോളം മൂസാ നബിയുടെയും 28 കൊല്ലത്തോളം യൂഷ നബിയുടെയും ശിക്ഷണത്തിൽ ഇസ്രായേല്യർ ജീവിച്ചു. എന്നിട്ടും ഫറവോന്മാരുടെ അടിമത്തക്കാലത്ത് തങ്ങളിൽ വേരുറച്ചുപോയ ദുസ്വാധീനതകൾ പറിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നിരിക്കെ ഈജിപ്തിൽ നിന്ന് പുറത്തുപോയ ഉടൻ മുമ്പിലൊരു വിഗ്രഹാലയം കണ്ടപ്പോൾ മുൻ യജമാനന്മാർ പ്രണമിച്ച വിഗ്രഹങ്ങളെ പ്രണമിക്കാൻ പേരുകൊണ്ട് മാത്രം മുസ്ലിങ്ങളായ പലരും ആഗ്രഹിച്ചെങ്കിൽ അതിലെന്ത് ആശ്ചര്യപ്പെടാൻ. ഇന്ന ഹൗലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. ഈ ജനം പിന്തുടർന്ന മാർഗം നശിക്കാനുള്ളതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി തികച്ചും നിഷിദ്ധവുമാകുന്നു. قال أغير الله أبغيكم إلها وهو فضلكم على العالمين. മൂസ തുടർന്നു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹിനെ അന്വേഷിക്കയോ? നിങ്ങളെ ലോകജനങ്ങളിൽ ശ്രേഷ്ഠരാക്കിയത് അവനായിരിക്കെ. وَإِذْ أَنْجَيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُقَتِّلُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. അല്ലാഹു അരുളുന്നു, ഫിർഔൻ വർഗത്തിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ചത് ഓർക്കുക. നിങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും പെണ്ണുങ്ങളെ മാത്രം ജീവിക്കാൻ വിടുകയുമായിരുന്നല്ലോ അവരുടെ നടപടി. അതിൽ നിങ്ങൾക്ക് റബ്ബിങ്കൽ നിന്നുള്ള കൊടിയ പരീക്ഷണമുണ്ടായിരുന്നു. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസായെ നാം 30 രാപ്പകലുകളിൽ സീനാ പർവ്വതത്തിൽ പാർക്കാൻ വിളിച്ചു. പിന്നീട് 10 നാളുകൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബിന്റെ നിർദ്ദിഷ്ടകാലം 40 നാൾ തികഞ്ഞു. മൂസ പോകുമ്പോൾ സഹോദരൻ ഹാറൂനോട് പറഞ്ഞു, എനിക്ക് പിന്നിൽ താങ്കൾ ജനത്തിൽ എന്റെ പ്രതിനിധിയായിരിക്കുകയും ശരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. നാശകാരികളുടെ വഴിയെ പോകരുത്. ഈജിപ്തിൽ നിന്ന് പുറത്തു പോന്നതോടെ ഇസ്രായേല്യരുടെ അടിമത്ത ജീവിതം അവസാനിക്കുകയും അവർ ഒരു സ്വതന്ത്ര ജനതയായി തീരുകയും ചെയ്തു. അപ്പോൾ ദൈവിക ഉത്തരവ് പ്രകാരം മൂസാ നബി സീനാ പർവ്വതത്തിലേക്ക് വിളിക്കപ്പെട്ടു. ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ശരീഅത്ത് നൽകാനായിരുന്നു അത്. ഈ പരമ്പരയിലെ ഒന്നാമത്തെ ക്ഷണത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞുവരുന്നത്. ഇതിനായി 40 ദിവസത്തെ കാലയളവ് നിശ്ചയിച്ചത് ശ്രദ്ധേയമാണ്. ഈ 40 ദിവസം അത്രയും മൂസാ നബി വ്രതമനുഷ്ഠിച്ചും ആരാധനയിൽ മുഴുകിയും രാപ്പകൽ പർവ്വതത്തിൽ താമസിക്കണം. മനസ്സും മസ്തിഷ്കവും ഏകാഗ്രമാക്കി അവതരിക്കാൻ പോവുന്ന ഭാരിച്ച വചനങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ആർജിക്കാൻ വേണ്ടിയായിരുന്നു അത്. ദൈവകൽപ്പനയനുസരിച്ച് മൂസാ നബി സീനാ പർവ്വതത്തിലേക്ക് പോവുമ്പോൾ ഇസ്രായേല്യരെ നിർത്തിയത് ഇന്നത്തെ ഭൂപടത്തിൽ വാദി ഷെയ്ഖ് എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു. നബി സ്വാലിഹിന്റെയും സീനാ പർവ്വതത്തിന്റെയും മധ്യേയുള്ള ഒരു സ്ഥലമാണത്.
ഈ താഴ്വരയിൽ ഇസ്രായേല്യർ താവളമടിച്ചിരുന്ന മൈതാനത്തിന് മൈദാനുറാഹ എന്ന് പറയുന്നു. താഴ്വരയുടെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശത്താണ് സ്വാലിഹ് നബി സമൂദ് പ്രദേശം വിട്ടുപോന്ന് താമസമാക്കിയിരുന്നത് എന്നതാണ് തദ്ദേശീയമായ ഐതിഹ്യം. ഇന്നിവിടെ അദ്ദേഹത്തിന്റെ സ്മാരകമായി ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നു. താഴ്വരയുടെ മറ്റേ ഭാഗത്ത് ജബൽ ഹാറൂൺ എന്ന പേരിൽ മറ്റൊരു കുന്നിൻ പ്രദേശമുണ്ട്. അവിടെയാണത്രേ ഇസ്രായേല്യരുടെ പശുഭക്തിയിൽ അമർഷം പൂണ്ട ഹാറൂൺ വന്ന് ഇരിപ്പുറപ്പിച്ചത്. മൂന്നാമത്തെ ഭാഗത്ത് ഉത്തുംഗമായ സീനാപർവ്വതം സ്ഥിതി ചെയ്യുന്നു. 7359 അടി ഉയരമുള്ള ഇതിന്റെ ഉപരിതലം മിക്കപ്പോഴും മേഘാവൃതമായിരിക്കും. പർവ്വതശിഖരത്തിൽ മൂസാ നബി 40 നാൾ ധ്യാനത്തിൽ കഴിഞ്ഞ ഗുഹ ഇന്നും ജനങ്ങളുടെ സന്ദർശന കേന്ദ്രമാണ്. സമീപത്ത് മുസ്ലിങ്ങളുടെ ഒരു മസ്ജിദും ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. റോമാ ചക്രവർത്തി ജസ്റ്റീനിയന്റെ കാലത്തുള്ള ഒരു മഠം പർവ്വതത്തിന് സമീപം കാണാം. മൂസാ നബിയേക്കാൾ 3 വയസ്സ് കൂടുതലുണ്ടെങ്കിലും പ്രവാചക ദൌത്യത്തിൽ ഹാറൂൺ മൂസാ നബിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ സഹകാരിയായിരുന്നു. ഹാറൂൺ നബിയുടെ പ്രവാചകത്വം സ്വതന്ത്രമായിരുന്നില്ല. മൂസാ നബിയുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഒരു സഹപ്രവാചകനായി നിയമിക്കുകയാണുണ്ടായത്. وَلَمَّا جَاءَ مُوسَى